BJP യുവമോർച്ച പ്രവർത്തകരുടെ സെക്രട്ടേറിയറ്റ് മാർച്ചിനിടയിൽ അക്രമം. പോലീസിന്റെ വലയം ഭേദിക്കാൻ ശ്രമിച്ച പ്രവർത്തകയ്ക്ക് തലയ്ക്ക് പരിക്കേറ്റു. ഇതിൽ പ്രതിഷേധിച്ച് തിരുവനന്തപുരത്ത് നാളെ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്നാൽ തലയ്ക്ക് പരിക്കേറ്റതാണ് വിഷയമെങ്കിൽ ആ പരിക്കിന് കാരണക്കാർ യുവമോർച്ച പ്രവർത്തകർ തന്നെയാണ്. ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് കരുതിക്കൂട്ടിയുള്ള ആക്രമണമാണ് എന്നതാണ്. പോലീസിന്റെ ഭാഗത്തു നിന്ന് അനിഷ്ട സംഭവങ്ങളിലേക്ക് കടന്നിട്ട് പോലുമില്ലാത്ത സാഹചര്യത്തിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തത് രാഷ്ട്രീയ ലാഭത്തിനാണ് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. ശബരിമല വിഷയത്തിൽ സർക്കാരിനെതിരെ പ്രതിഷേധങ്ങൾ നടത്തുന്നത് ഇപ്പോഴത്തെ സ്ഥിതിഗതിയിൽ അനാവശ്യമാണെന്നത് ചിന്തിക്കാൻ സാധിക്കുന്നതാണ്. ശബരിമല വിഷയത്തിൽ സർക്കാരിനെതിരെ പ്രതിഷേധങ്ങൾ നടത്തുന്നത് ഇപ്പോഴത്തെ സ്ഥിതിഗതിയിൽ അനാവശ്യമാണെന്നത് ചിന്തിക്കാൻ സാധിക്കുന്നതാണ്. ശബരിമല വിഷയത്തിൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഹർത്താലിലേക്ക് കടന്നു പോകുന്നത് ജനദ്രോഹ നടപടിയാണ് എന്ന് ഉറക്കെ തുറന്നു പറയേണ്ടതുണ്ട്. വിശ്വാസികളെ മുൻനിർത്തി രാഷ്ട്രീയക്കാർ നടത്തുന്ന തോന്നിയവാസങ്ങൾക്ക് ഇരയാകുന്നത് സാധാരണക്കാരായ ജനങ്ങളാണ്. AN രാധാകൃഷ്ണന്റെ നിരാഹാര സമരം സർക്കാർ ഇടപെടണം എന്നാവശ്യപ്പെട്ട് നടത്തിയ മാർച്ചിൽ മനഃപൂർവ്വം ആക്രമണമുണ്ടാക്കി ഹർത്താലിന് ആഹ്വാനം ചെയ്യുന്നത് അപമാനകരമാണ്. നിരന്തരമായി പോലീസിനു നേരെ കല്ലുകളും കമ്പുകളും എറിഞ്ഞ് പ്രലോഭനം സൃഷ്ടിക്കുന്ന രംഗങ്ങളാണ് ഇന്ന് നാം കണ്ടത്. സംയമനം പാലിച്ചു നിന്ന പോലീസിനെ വീണ്ടും വീണ്ടും ആക്രമിക്കുന്നു. ഇതിൽ നിന്നും വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട്. കുറച്ചു നേരത്തേക്കെങ്കിലും പ്രവർത്തകർ AN രാധാകൃഷ്ണന്റെ കാര്യം മറന്ന് നാട്ടിൽ എങ്ങനെ കലാപം സൃഷ്ടിക്കാം എന്നതിലേക്ക് ശ്രദ്ധ തിരിച്ചു എന്ന് വേണം പറയാൻ. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.